കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങൾക്ക് പ്രതീക്ഷ. ലോങ് ജമ്പിൽ എം ശ്രീശങ്കറും നീന്തലിൽ സജൻ പ്രകാശും ഫൈനലിൽ കടന്നു. ലോങ് ജമ്പിലെ യോഗ്യതാ മാർക്കായ 8 മീറ്റർ ആദ്യ ശ്രമത്തിൽ തന്നെ ശ്രീശങ്കർ മറികടന്നു. നീന്തലിലെ 200 മീറ്റർ ബട്ടർഫ്ലൈയിൽ ഹീറ്റ്സിൽ 2ാം സ്ഥാനത്തോടെയാണ് സജൻ ഫൈനലിന് യോഗ്യത നേടിയത്. രുജീഷ് വി രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. രുജീഷ്, എന്തായാലും മലയാളികൾക്ക് ഏറെ പ്രതീക്ഷയാണ് സജനിലും ശ്രീശങ്കറിലും. ഇപ്പോൾ എങ്ങനെയാണ് അവരുടെ പ്രകടനം? നമുക്ക് എത്രമാത്രം ഇനി പ്രതീക്ഷിക്കാം? സ്വാതി, എന്തായാലും നേരത്തെ ശ്രീശങ്കറിന്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ വെള്ളി നേടിയ താരമാണ് അദ്ദേഹം. ഒരു പരിക്കിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവ് കൂടിയാണ്. ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു മികച്ച പ്രകടനം തന്നെ നടത്താൻ സാധിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് പൂർണ്ണമായും ഒരു മികച്ച ജമ്പ് ആയിരുന്നില്ല എന്നതാണ് ശ്രീശങ്കർ പറയുന്നത്. കാരണം അദ്ദേഹം കുറച്ചുകൂടി മികച്ച പ്രകടനമായിരുന്നു പ്രതീക്ഷിച്ചത്. എന്തായാലും ആദ്യ ചാട്ടത്തിൽ തന്നെ 8.01 മീറ്റർ ചാടി കടക്കാൻ സാധിച്ചു. 8 മീറ്റർ ആയിരുന്നു യോഗ്യതാ മാർക്ക്. പിന്നീട് അദ്ദേഹം ഒരു ശ്രമം നടത്തേണ്ട ആവശ്യം വന്നില്ല. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഫൈനലിലേക്ക് യോഗ്യത ഉറപ്പിച്ചു. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ സീസണിൽ ഏറ്റവും മികച്ച ഒരു പ്രകടനം അദ്ദേഹത്തെ നടത്തിയതാണ്. 8.38 മീറ്റർ ചാടി ഒരു മികച്ച പ്രകടനം നടത്തിയതാണ്. അതുകൊണ്ട് സമാനമായ ഒരു പ്രകടനമായിരുന്നു ഇവിടെ ശ്രീശങ്കർ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ യോഗ്യത മാർക്കിൽ എന്തായാലും മറികടക്കാൻ സാധിച്ചു എന്ന വലിയ പ്രതീക്ഷയാണുള്ളത്. ഇനി ഫൈനൽ പോരാട്ടമാണ്. മറ്റന്നാളാണ് ഫൈനൽ പോരാട്ടം. എന്തായാലും ഇതുവരെയുള്ള താരങ്ങളിൽ, ഇപ്പോൾ മത്സരിക്കുന്ന താരങ്ങളിൽ കഴിഞ്ഞ ഈ മാസം നടത്തിയ ഏറ്റവും മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു മെഡൽ പ്രതീക്ഷ ഉറപ്പായി നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലാണ് ശ്രീശങ്കറിന്റെ നിലവിലെ ഫോം ഉള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനമായ 8.41 മീറ്ററൊക്കെ അദ്ദേഹത്തിന് ചാടാൻ കഴിഞ്ഞാൽ ഉറപ്പായും അതൊരു സ്വർണ്ണമാക്കി മാറ്റാം എന്നൊരു പ്രതീക്ഷയാണുള്ളത്. നേരത്തെ വെള്ളി നേടിയത്. അതുകൊണ്ട് ഇത്തവണയും ഒരു സ്വർണ്ണ പ്രതീക്ഷയോടെ തന്നെയാണ് ശ്രീശങ്കർ ഉള്ളത്. അതോടൊപ്പം നീന്തലിലേക്ക് വന്നാൽ 200 മീറ്റർ ബട്ടർഫ്ലൈയിൽ മികച്ച പ്രകടനമാണ് സജൻ പ്രകാശിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കാരണം തുടക്കത്തിൽ അദ്ദേഹം 4ാം സ്ഥാനത്തായിരുന്നു സജൻ ഉണ്ടായിരുന്നത്. പിന്നീട് അവസാന ഘട്ടത്തിൽ മികച്ച പ്രകടനത്തോടെ 2ാം സ്ഥാനത്തേക്ക് ഹീറ്റ്സിൽ മുന്നേറിക്കൊണ്ടാണ് 1 മിനിറ്റ് 58.59 സെക്കൻഡ് സമയത്തിൽ ഈ ഫിനിഷ് ചെയ്തത്. എന്തായാലും ഇന്ന് തന്നെ സജൻ പ്രകാശിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഫൈനലുണ്ട്. ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെയാണ് മത്സരം നടക്കുന്നത്. എന്തായാലും മികച്ച ഒരു പ്രതീക്ഷയോടെയാണ് മലയാളികൾ കാത്തിരിക്കുന്നത്. ശ്രീശങ്കറിന്റെ ഫൈനൽ മറ്റന്നാളാണ് നടക്കുക. ശരി, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികൾ ഉള്ളത്. ആ വിവരങ്ങളാണ് രുജീഷ് നൽകിയത്.